അപ്പൊ നാടകത്തിൽ നമ്മൾ എന്ത് ക്യാരക്ടർ അവതരിപ്പിക്കുക? കഥ ഇക്കാക്ക പറയാന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് കിട്ടിയ കഥ? അതിനെന്റെ അക്ക കുട്ടികളെ മാതിരി അവിടെ കളിക്കല്ലേ. ഇക്കാക്ക അങ്ങോട്ട് വരി. ഇപ്പൊ വരാ. ഇങ്ങോട്ട് വരി. മനുഷ്യനൊന്നും കളിക്കാനും സമ്മതിക്കില്ല ബലാല്. അനക്കെന്താ മാണ്ടിയ കുരിപ്പേ? നിങ്ങൾ അവിടെ പോയിരുന്ന് കളിക്കാതെ ഇങ്ങോട്ട് വരി. എന്താ മാണ്ടിയ വന്നില്ലേ? ഓളോട് ചൂടാണ്ട, ഞാൻ പറട്ടാ വിളിച്ചേ. എന്താ എനിക്ക് വേണ്ടിയേ? നാടകം പ്ലാൻ ചെയ്യണ്ട്. ആ ചെയ്യാ, പറഞ്ഞൂടെ എന്താണ്? ഞാനേ കൊയത്ത് നായിക. അതിന് ചോക്കർ നമ്മൾ നായികാക്കില്ലല്ലോ. കാക്ക എന്നെ വെറുതെ ചൂടാക്കല്ലേ. അന്ത്രോ കച്ചറ ഉണ്ടാക്കല്ലേ, നമ്മളെ കാര്യം തീരുമാനിക്കേ. അങ്ങനെ തന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കാതെ കാര്യം പറയും. എന്നാ ഞാൻ സീരിയസ് ആയി, എന്താ പറയണ്ടേ? നമ്മളെ റെസിഡൻസിന്റെ പരിപാടിക്ക് നാടക കളിക്കണേ. നാടകത്തിന്റെ കഥ കിട്ടിയോ? കഥയൊക്കെ കൂടി എഴുതാൻ പറഞ്ഞില്ല, എന്നിട്ട് എന്തായി? അതിപ്പോ ഒന്നും ആയില്ല. അതാ നദാശനോട് പറഞ്ഞു നോക്കിക്കൂടെ, നദാശ നല്ലോ കഥയൊക്കെ എഴുതും. എന്നാ നദാശനോട് പറയാം. ഞാൻ പോയി നദാശ താത്തനെ വിളിച്ചു തരാം. വേണ്ട പത്ത്, നമുക്ക് സ്കൂളിൽ നിന്ന് ഓളെ കണ്ട് പറയാം. കാക്ക എന്നാ അങ്ങനെ ആക്കാം. എന്നാ സ്കൂളിൽ ചർച്ച ചെയ്യാല്ലേ? ആടിമാളോ സ്കൂൾ നോക്കാം. രമേശ്, നിങ്ങൾക്കറിയില്ലേ എന്റെ സ്വഭാവം? ലേറ്റായി വന്നാ ഞാനാകെ ചൂടാവുന്ന തനിക്കറിയില്ലേ? അതെനിക്ക് അറിയാം സ്റ്റെല്ല. പിന്നെന്താടോ താൻ ലേറ്റ് ആയത്? ഞാൻ വഴി വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഓ, കുശലാന്വേഷണം പറഞ്ഞോണ്ടാണോ താൻ ലേറ്റ് ആയത്? മാഡം ഇത്ര ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കമ്പനിയിലെ പകുതി പ്രോഫിറ്റ് ഇപ്പൊ എൻ്റെതും കൂടിയല്ലേ. ആയിരിക്കാം, പക്ഷേ ഈ കമ്പനീന്റെ ഇനീഷ്യേറ്റീവ് ഞാൻ തന്നെയല്ലേ ഇത് സ്റ്റാർട്ട് ചെയ്ത്. അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സ്റ്റെല്ല, ഞാൻ വഴി വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അവൻ്റെ ആ പരിചയത്തിലുള്ള ഒരു കുട്ടിയുണ്ട്, അവൻ്റെ കസിൻ തന്നെയാ. അപ്പോൾ ആ കുട്ടിയെ നമ്മളെ എംപ്ലോയി ആയി സ്വീകരിക്കാം. എനിക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ആ കുട്ടിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ സ്റ്റെല്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. എൻ്റെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടി ഇവിടെ ജോയിൻ ചെയ്യണം. ഓക്കെ? എനിക്കൊരു ന്യൂ എംപ്ലോയി ഉണ്ട്, അവൻ അന്ന് വരും. ഓക്കെ സ്റ്റെല്ല, എന്നാ അന്ന് കാണാം. അബിയായിട്ടുള്ള കല്യാണം ഉറപ്പിക്കണം, അലീനയായിട്ട്. അതിനായിരിക്കട്ടെ ഈ ജോലി അബിക്ക്. അലീന എന്നോട് ആകെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അബിയെ അവൾക്ക് കൊടുക്കാന്ന്. അതിന് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തേ മതിയാവും. ഇതെന്ത് പറ്റി? നന്ദു ചേച്ചി എന്താ ആലോചിക്കുന്നത്? നന്ദു ചേച്ചി ആരിത്? സ്കൂളിൽ പോകാൻ റെഡിയായോ? ഞാൻ റെഡിയായി, അച്ഛനെ കാത്തുക്ക. എന്താ ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ. നന്ദു ചേച്ചി എന്നോട് മറക്കേണ്ട, എന്താ കാര്യം പറ. ഒന്നുമില്ലടി, നീ സ്കൂളിൽ പോയിക്കോ. പറ നന്ദു ചേച്ചി, എന്താ വിഷമം? ഒന്നുമില്ലടി. മുത്തശ്ശി എന്താ ചീത്ത പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെന്താ അച്ഛനും അമ്മ എന്താ പറഞ്ഞോ? ആരും ഒന്നും പറഞ്ഞില്ല, നീ സ്കൂളിൽ പോയിക്കോ. മാളു, വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കല്ലേ. ചെല്ല്, ബസ് വന്നിട്ടുണ്ട്. അതന്നെ അങ്കിൾ, ഞാൻ അവളോട് പറയായിരുന്നു സ്കൂളിൽ പോവാൻ. മാളു വേഗം ചെല്ല്, അവർ ഹോൺ അടിക്കുന്നുണ്ട്. അച്ഛാ, നന്ദു ചേച്ചിക്ക് എന്തോ വിഷമമുണ്ടോ, അത് ചോദിച്ചതാ. നന്ദു ചേച്ചിക്ക് വിഷമമുണ്ട്, നന്ദു ചേച്ചി തീർത്തോളും. നീ സംസാരിക്കാതെ ചെല്ല്. അച്ഛാ ഞാൻ പോയി. മോളെ നന്ദു, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ മോളെ ജോലിക്ക് ചേരണ്ട. നിന്റെ ഇഷ്ടം പോലെ മോള് ചെയ്തോ. ബാംഗ്ലൂർക്ക് പോകുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമായതുകൊണ്ടാണ് പറഞ്ഞത്. അങ്കിൾ മോളെ നന്ദു, നീ കരയണ്ട. അങ്കിൾ പറഞ്ഞില്ലേ വേണ്ട, ആ ജോലിക്ക് കയറണ്ട. ഞാൻ രമേശിനെ വിളിച്ച് പറഞ്ഞോളാം. ഇന്നലെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അങ്കിളിന് ഒരു വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ. അങ്കിൾ പറഞ്ഞോളാം കേട്ടോ. ഇവരൊക്കെ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അങ്കിൾ പറഞ്ഞ ഒരു ജോലിക്ക് എനിക്ക് പോയാലെന്താ? ബാംഗ്ലൂരിലേക്ക് പിന്നെ പോവാം. ഞാൻ ആ ജോലിക്ക് പോകണം, അതാ നല്ലത്. അങ്കിൾ പറഞ്ഞ ജോലിക്ക് കയറണോ നല്ലത്. ഇവിടെ ഇരുന്ന് അപ്പിയെ പറ്റി ആലോചിച്ചുകൊണ്ടേയിരിക്കും. ബാംഗ്ലൂർ പോയാലും അപ്പിയെ എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അങ്കിൾ, ആ അങ്കിളിനെ വിളിക്കണ്ട, ഞാൻ ജോലിക്ക് കയറാം. മാളവിക ഇന്ന് നേരത്തെ വന്നോ? മിസ്, ഞാൻ കുറച്ച് നേരത്തെയാ. ഹൈദരാലി വന്നില്ലേ? അന്ത്രു വരും, അവനവൻ്റെ ഉപ്പച്ചിലൂടെ വരുന്നത്. എൻ്റെ മോനില്ലേ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്, അഭിഷേക്. ആണോ മിസ്സേ? എനിക്കറിയില്ല. അവൻ PG ഒക്കെ പാസ്സായി. ഈ നമ്മളവിടുത്തെ റെസിഡൻസ് ഇല്ലേ, അതിന് ഞങ്ങൾ പരിപാടി വെക്കുന്നുണ്ട്. ആണോ? എൻ്റെ ചേച്ചിയും ബാംഗ്ലൂരിൽ നിന്ന് PG പാസ്സായി. അതാണ് സുലൈമാൻ പറഞ്ഞ വേറൊരു PG പാസ്സായ കുട്ടിയല്ലേ. എന്താ അവരുടെ പേര്? നന്ദന. ഞങ്ങളെ നന്ദു ചേച്ചി. എന്നാ മറ്റന്നാൾ പരിപാടിയല്ലേ റെസിഡൻസിന്റെ? നിങ്ങളെ വക എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ നാടകം പ്രാക്ടീസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ഉഷാറാവട്ടെ. താങ്ക്സ് ടീച്ചർ. കല്യാണിന്റെ വക ഒന്നുമില്ലേ പരിപാടി? അതറിയില്ല മിസ്. അവളും നല്ല ഉഷാറാണല്ലോ. അവളെ കാര്യം എനിക്കറിയില്ല മിസ്. എല്ലാവരും എന്തായാലും ഉഷാറാക്ക്. നിങ്ങളെ അവളെ കൂട്ടിക്കോ നാടകത്തിന്. അത് നടക്കില്ല മിസ്.
അതെന്താ? ഞാനും അവള് ശരിയാവില്ല.